ആറ്റിങ്ങലിൽ എ സമ്പത്തിന്റെ പ്രചാരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. ആ ഘട്ടത്തിൽ തന്നെ നമ്മുടെ എന്താണ് അവിടെ ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ ഇത്തരമൊരു അവസ്ഥ വന്നപ്പോ നമ്മൾ കാണേണ്ടത് എന്തുകൊണ്ടാണ് ഈ ദുരിതം നമുക്ക് മാറാതിരുന്നത്? നമ്മുടെ ദുരിതം മാത്രം നമ്മുടെ എല്ലാ വിഭാഗം ജനങ്ങളും ദുരിതത്തിലാകാൻ എന്താണ് കാരണം? ദുരിതത്തിലായത് ദുരിതം മാറ്റുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയവരും ദുരിതമാണ് സമ്മാനിച്ചത്. അപ്പൊ അങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക, മൻമോഹൻ സിംഗ് ഗവൺമെന്റ് നടപ്പാക്കിയത് നവ ഉദാരവൽക്കരണ നയമായിരുന്നു. നവ ഉദാരവൽക്കരണ നയം നമ്മുടെ രാജ്യത്തെ കർഷകർക്കെതിരാണ്, തൊഴിലാളിക്കെതിരാണ്, അധ്വാനിക്കുന്നവർക്കെതിരാണ്, പാവപ്പെട്ടവർക്കെതിരാണ്, മഹാഭൂരിപക്ഷം വരുന്ന ബഹുജനങ്ങൾക്കെതിരാണ്. ഇതാണ് രാജ്യത്ത് ദുരിതം വിതച്ചത്. മൻമോഹൻ സിംഗ് മാറി, നരേന്ദ്രമോദി വന്നു. കോൺഗ്രസ് മാറി, BJP വന്നു. ഈ നയത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഒരു മാറ്റവും ഉണ്ടായില്ല. ഒരു മാറ്റവും നയത്തിലുണ്ടായില്ല എന്നുള്ളതാണ് നാം കാണേണ്ടത്. എന്തുകൊണ്ടത്? എന്താണോ കോൺഗ്രസിന്റെ നയം, അത് തന്നെയാണ് BJPയുടെ നയം. അതിന്റെ ഭാഗമായാണ് ഇതിൽ മാറ്റങ്ങളില്ലാതിരുന്നത്, ദുരിതത്തിന് മാറ്റമില്ലാതിരുന്നത്. അപ്പൊ നാം കാണേണ്ടത്, ഇവിടെ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് മോദിയുടെ ഭരണം അവസാനിക്കണം, BJPക്ക് ഇനി തുടർഭരണം ഉണ്ടാകരുത്, BJP പരാജയപ്പെടണം. ഇതാണ് പൊതുവെ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെയാണ് നാം ഓർക്കേണ്ടത്, ഇതേ ആഗ്രഹമായിരുന്നു രാജ്യത്തെ ജനങ്ങൾക്കാകെ 2014 ഉണ്ടായത്. ആ ആഗ്രഹം സഫലമായി, പകരം ഗവൺമെന്റ് വന്നു. പക്ഷെ ദുരിതം മാറിയോ? അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നാം കാണേണ്ടത്, BJPയുടെ ഗവൺമെന്റ് തുറന്നു വരാൻ പാടില്ല എന്നുള്ളത് ഉറപ്പായ കാര്യം. BJP പരാജയപ്പെടണം എന്നതും നമ്മുടെ രാജ്യത്ത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പകരം വരുന്ന മതനിരപേക്ഷ ഗവൺമെന്റ് ഇതേ നയം, ജനങ്ങൾക്ക് ദുരിതം സമ്മാനിക്കുന്ന നയത്തോടു കൂടിയുള്ള ഗവൺമെന്റ് ആകരുത്. അത് ബദൽ നയത്തോടെയുള്ള ഗവൺമെന്റ് ആവണം. ബദൽ നയത്തോടെയുള്ള ഗവൺമെന്റ് ആയാൽ മാത്രമേ ജനങ്ങൾക്ക് ആശ്വാസമുണ്ടാവും, ദുരിതം മാറുന്ന നിലവിൽ. ഇതാണ് നാം ഗൗരവമായി കാണേണ്ട ഒരു പ്രശ്നം. ഇപ്പോ ഇന്ന് അധികാരത്തിലിരിക്കുന്ന BJPയുടെ ഗവൺമെന്റ് മതനിരപേക്ഷത
തകർത്തുകൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷത തകർക്കുന്ന സമീപനം BJP സ്വീകരിക്കുന്നത് RSS നേതൃത്വമാണ് BJPക്കുള്ളത് എന്തുകൊണ്ടാണ്? RSS നേതൃത്വം അംഗീകരിക്കുന്ന BJP RSSന്റെ നയമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആറ്റിങ്ങലിൽ LDF സ്ഥാനാർത്ഥി A. സമ്പത്തിന്റെ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയാണ്.